everyone, it's me Sabitha Charles from Puthurands. നമ്മൾ ഇന്ന് കാണുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ കാന്ത വർക്കിൽ വന്നിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ കാന്തയിലുള്ള റണ്ണിംഗ് ഫാബ്രിക് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്, എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലാണ് പോയിരിക്കുന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. പർച്ചേസ് ചെയ്യേണ്ട വിധവും പേയ്മെന്റ് ചെയ്യേണ്ട വിധവും കൊറിയർ ചെയ്യുന്ന വിധങ്ങൾ, വീഡിയോ ഔട്ട് ആവുന്ന ടൈം, ഷോപ്പ് എവിടെയാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലിനൻ കോട്ടൺ ഫാബ്രിക്, റണ്ണിങ് ഫാബ്രിക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈമാണ് അതിനകത്ത് കാന്ത വർക്കിലുള്ള ഫാബ്രിക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. പ്രൈസ് വന്നിരിക്കുന്നത് 175 റുപ്പീസ് പെർ മീറ്ററിലാണ്. അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. വിത്ത് ലൈനിങ്ങിൽ ചെയ്യണം കേട്ടോ. ലൈനിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. ട്രാൻസ്പെറന്റ് ആണ് ഫാബ്രിക്, ലിനൻ കോട്ടൺ ആണ്. അപ്പോൾ ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറിലാണ്. കാന്തയൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇതൊന്ന് വെച്ച് കാണിച്ചു തരട്ടെ ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളത്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും. എന്തൊരു മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് പോയേക്കുന്നത് നോക്കി. കുറച്ചുകൂടി ക്ലോസ് ചെയ്തൊന്ന് കാണിക്കാമോ? നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും പോയിരിക്കുന്നത്. ഇനി നമുക്കിതിന്റെ ക്ലോസ് വ്യൂയിൽ ഇത് എങ്ങനെയാണ് വരുന്നതെന്നും, ഞാൻ ട്രാൻസ്പെറന്റ് ആണെന്ന് പറഞ്ഞല്ലോ, അത് ഇത്രത്തോളം ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ലൈനിങ്ങിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് പോയിട്ടുള്ള കാന്തയുടെ കളേഴ്സ് എന്ന് പറയട്ടെ. ബ്ലൂ കളറിലുള്ള ലൈൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റാണി പിങ്ക് ഉണ്ട്. അതുപോലെ അങ്ങനെ 3-4 കളേഴ്സ് ആണ് ഇതിനകത്ത്. 3 കളറാണ് ഇതിനകത്ത് കാന്ത വർക്കായിട്ട് പോയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇൻസൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ കാന്ത വർക്ക് പോയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഉൾഭാഗമാണ് ഇത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 175 റുപ്പീസ് പെർ മീറ്ററിലാണ്. ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തന്നെ ഡിഫറെന്റ് പ്രിന്റ്സും ഡിഫറെന്റ് കളേഴ്സും ആണ് കാണുന്നത്. സെയിം കളറും സെയിം പ്രിന്റും അല്ല. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പീച്ച് കളറിലുള്ളതാണ്. പീച്ച് കളറിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ട്രീയുടെ ഒരു പാർട്ടിന്റെ മാത്രം ഒരു പിക്ചറാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്തുള്ള ഡിസൈൻ ആയിട്ട്. അപ്പോൾ ഇത് വന്നിരിക്കുന്നതും 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 175 റുപ്പീസ് പെർ മീറ്ററിലാണ്. ഇങ്ങനെയായിരിക്കും ഇതിനകത്തുള്ള നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തേക്കുന്നത് തിരിച്ച് പിടിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ തലകുത്തായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ആക്ച്വലി ഇത് ഫോൾഡിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഡിസൈൻ മുകളിലോട്ട് തന്നെ വരുന്നത് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. കാന്ത കാണുന്നുണ്ടല്ലോ, ഡാർക്ക് കളറിലുള്ള പീച്ചും ബ്ലാക്ക് കളറിലുള്ള ഡാർക്ക് പീച്ച് കളറിലുള്ള ത്രെഡും ബ്ലാക്ക് കളറിലുള്ള ത്രെഡുമാണ് ഇതിനകത്ത് കാന്തയായിട്ട് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഫ്ലവേഴ്സ് ആയിട്ട് പോയിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നതും ഒരു പിങ്ക് കളറിൽ തന്നെ, ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക് എന്ന് പറയാം, ആ ഒരു കളറിലുള്ള ഡിസൈനിലാണ്. ഇതിനകത്തുള്ള ഫ്ലവേഴ്സ് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ് ഇതിനകത്തൊക്കെ പോയിട്ടുള്ളത്. ക്ലോസ് ചെയ്ത് കാണിക്കാം. ഞാൻ അതിന്റെ കാന്തയുടെ കളർ പറയട്ടെ. പിങ്ക് കളറിലും ഗ്രീൻ കളറിലുമുള്ള കാന്തയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഇൻസൈഡും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ കാന്തയുടെ വർക്ക് പോകുന്നത്. 175 റുപ്പീസ് ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഗ്രേ കളറിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രിന്റിനും ചേഞ്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു വലിയ ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള കളറ്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരു ലൈറ്റ് കളർ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു കളറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ കളറിലുള്ളതാണ്. ഇതിനകത്തുള്ള കാന്ത പോയിരിക്കുന്നത് ബ്ലൂ കളർ, ഗ്രേ കളറിലും അതുപോലെ ഗ്രീനിന്റെ തന്നെ ഒരു കളറിലും പിന്നെ ഒരു ലൈറ്റ് ക്രീം കളറിലുമാണ്, ഓഫ് വൈറ്റ് കളർ എന്ന് പറയാം, അതിലുമാണ് ഇത് പോയിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ഡിസൈൻ ഇന്നത്തെ നമ്മുടെ ലിനൻ കോട്ടണിലുള്ള റണ്ണിങ്, കാന്തയിലുള്ള റണ്ണിങ്ങിന്റെ ലാസ്റ്റ് ഡിസൈൻ വരുന്നത്. അപ്പം നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ ഡിഫറെന്റ് ഡിസൈൻസ് ആയിരുന്നു. വന്നിരിക്കുന്നതും ഒരു പീച്ച് കളറിലാണ്, ലൈറ്റ് പീച്ച് എന്ന് നമുക്ക് പറയാം. അതിനകത്താണ് വന്നിരിക്കുന്നത്. പീച്ച് അല്ലാട്ടോ, ഓണിയൻ പിങ്കിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലോസിൽ കാണിക്കുമ്പോൾ പ്രിന്റ് കുറച്ചുകൂടി ക്ലിയർ ആകും. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിനകത്തും പോയിട്ടുള്ളത്. പിങ്ക് കളറിലും ഓഫ് വൈറ്റ് കളറിലുമുള്ള ത്രെഡാണ് കാന്തയായിട്ട് പോയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, 44 ഇഞ്ച് വിഡ്ത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ സെന്ററിലായിട്ട് കുറച്ചുകൂടി ഒന്ന് ക്ലോസിൽ കാണിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ കാന്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതിന്റെ കാന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുഴപ്പമൊന്നും വരുന്നില്ല. ഞാൻ ആ കാന്തയുടെ വർക്ക് എത്രത്തോളം പോയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മളിന്ന് കണ്ടത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരുന്ന കാന്ത വർക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള സ്ലിറ്റഡ് പാറ്റേണിലുള്ള
കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്, അതുപോലെ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാത്തിലും പോയിട്ടുള്ളത്. ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 175 rupees പെർ മീറ്ററിലാണ് ഇന്ന് നമ്മൾ കണ്ട ഫാബ്രിക് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ
നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothurans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID ഒന്ന് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.